ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷനാണ്, ഗ്രീൻ ഹൗസ് ക്ലീനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാതിരിക്കാൻ വഴിയില്ല. ഒരു 2-3 ആഴ്ച മുന്നേ പോലീസ് കേസും ജയിലും അങ്ങനെയായിട്ട് കടന്നൊരു നമ്മുടെ ബ്രദർ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ആലപ്പുഴ ബീച്ച് ക്ലീനിങ്ങിൽ വന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ കൊണ്ട് ആൾ കണ്ടെത്തിയതാണ് 80 സിറിഞ്ചസ്. അതിൻ്റെ താഴെ ഇഷ്ടംപോലെ ബാഡ് കമൻറ്റ് ഉണ്ടായിരുന്നു, 1-2 നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നത് ഇവൻ്റെ കൊണയടിയെന്നാണ് പറയുന്നത്. അയാളുടെ സ്ലാങ് അങ്ങനെയാണ്, ചിലപ്പോൾ അയാൾ പറയുന്നത് അങ്ങനെ ആയിരിക്കാം. നമ്മൾ നല്ലതാണെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യുക. എനിക്കിപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഈ വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ. 7 ദിവസത്തെ ആലപ്പുഴ ബീച്ച് ക്ലീനപ്പിന്റെ 6 ദിവസത്തെ ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ആദ്യത്തെ 5 ദിവസം കൊണ്ട് നിറഞ്ഞ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നിറഞ്ഞ കുപ്പിയാണ് കേട്ടോ. ആക്ച്വലി ഇത് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ക്ലീനപ്പ് കൂടെ ചെയ്യും. അതുപോലെ തന്നെ നാളത്തെ കൂടെ ക്ലീനപ്പ് ചെയ്യുമ്പോഴേ 7 ദിവസം കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ കണക്ക് തെറ്റിപ്പോയിരിക്കാനായിട്ട് എല്ലാ അവസ്ഥയും കണക്കിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് വന്നേക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. 80 സിറിഞ്ച്, അതുപോലെ തന്നെ 27 വയൽ, 11 നീഡിൽ, ഒരു ക്യാപ്പ്, 3 പിസ്റ്റൺ, അതുപോലെ തന്നെ ഒരു കത്തീറ്റർ, 2 വാക്യൂം ട്യൂബ് എന്നിങ്ങനെയാണ് ഈ 6 ദിവസം കൊണ്ട് നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മളാണ് ബീച്ചിൽ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് പെറുക്കിയെടുക്കുന്നതെന്നുള്ള കൊണയടി ഇല്ലാണ്ടാക്കാനായിട്ടാണ് നമ്മൾ ക്ലിയനപ്പ് ചെയ്യുമ്പോഴത്തേക്കും തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ. നീ ഇതവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചേട്ടൻ. ഡിസ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നീ ഡിസ്പോസ് ചെയ്ത് നീ തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നു. എന്താവശ്യം? ഒരാവശ്യമില്ല. ഈ ആലപ്പുഴ ബീച്ചിലൊക്കെ ഇപ്പം മഴയല്ലെങ്കിൽ പോലും വെയിലാണെങ്കിലും ആ മഴയത്ത് പോയി നിന്ന്, അല്ല മഴയത്തോ വെയിലത്തോ അവിടെ പോയി നിന്ന് ആ സിറിഞ്ചസൊക്കെ നീഡിൽസും ട്യൂബും എല്ലാം അവിടെ നിന്ന് പെറുക്കിയെടുത്ത് ആ ടിന്നിൻ്റെ അകത്ത് ഇടുന്ന അയാൾക്ക് ഒന്ന് വട്ടൊന്നുമല്ല, നല്ലൊരു കാര്യമാണ്. എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. വെയിലും കൊണ്ട് അത് ചെയ്യുന്നത് അയാളുടെ ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് നിനക്കത് ഇടുന്ന ആളെ നിനക്ക് കണ്ടുപിടിക്കാൻ പാടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഈ ബ്രദറിന് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഇടുന്നവരെ നോക്കി നിൽക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ടൂറിസം വകുപ്പില്ലേ, നടപടിയില്ലേ, ആരും അന്വേഷിക്കണില്ലേ? ഈ സാധനമൊന്നും തൊട്ടപ്പുറത്ത് പലചരക്കിടന്ന് കിട്ടിയിട്ട് കൊണ്ട് കളയുന്നതല്ലോ. ഹോസ്പിറ്റലല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്പോസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ വേസ്റ്റ് ആരാണ് കൊണ്ട് കളയുന്നത് നോക്കേണ്ട ചുമതല ഈ ചേട്ടനില്ല. പച്ച വീട്ടിൽ ഈ ചേട്ടനില്ല. എനിക്ക് പേരറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ബ്രദറിനില്ല. അത് തിരക്കേണ്ട ആവശ്യം അയാൾക്കില്ല. അയാൾക്കാണ്ട് പറ്റുന്ന അത്രയും അയാൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനെ ഞാൻ സത്യം പറഞ്ഞ് 100% അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നതാണ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ. ചിലർക്ക്, എനിക്ക് ചില സമയത്ത് അത് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര പാടുണ്ട്. ഇങ്ങനെ സംസാരം ഇത് എന്താണ്, അത് പ്രസൻറ്റേഷൻ ചെയ്യുന്ന രീതി, അതാണ് നമുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാത്തത്. ചിലർക്ക് പിന്നെ ആ ഒരു അമ്മ പെങ്ങളെയൊക്കെ പറഞ്ഞതിൻ്റെ ചുരുക്കം കുറച്ചുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്കും ഇല്ലാതില്ല, എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണ്, നമ്മളോ ചെയ്യുന്നില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം 3 ബോട്ടിൽ സിറിഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഹോസ്പിറ്റലുകാരിടുന്നതല്ലേ, അതിനൊന്നും ആരെങ്കിലും അന്വേഷിക്കാൻ പാടില്ല. ടൂറിസം വകുപ്പ്, നമുക്ക് ടൂറിസം വകുപ്പ് ഒരാളുണ്ട്, എൻ്റെ പൊന്നോ, ഒരു വെച്ചാൽ പിന്നെയുണ്ട് നമുക്ക് റീൽസ് എടുക്കാൻ മാത്രമുള്ള ഒരാൾ, എൻ്റെ പൊന്നും ഒരു കാശിനും കൊള്ളില്ല. അതാണ് അടുത്തത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് മുഹമ്മദ് റിയാസ്. ഇതാണ് നമ്മുടെ ടൂറിസം. മുഹമ്മദ് റിയാസ് നിലവിൽ കേരള സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ടൂറിസത്തിൻ്റെയും മന്ത്രിയെ സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ്. PA മുഹമ്മദ് റിയാസ് തീവ്ര ഇടതുപക്ഷ CPIൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ കമൻ്റ് ഇടുന്നവരും കുറേ പേരുണ്ട്. കമൻ്റ് ഇടുന്നവന്മാർ ഇഷ്ടംപോലെ പറയാനുണ്ട്. നീ കൊണ്ടിടുന്നതല്ലേ, നിൻ്റെ കൊണയടി കഴിഞ്ഞ്. ഈ പറയുന്നവന്മാർ ആരും ഒന്നും ചെയ്തു തരുമില്ല. ഞാൻ പോലും ചെയ്യാറില്ല. ഞാൻ ആലപ്പുഴക്കാരിയാണ്. ഞാൻ പോലും പോയി ക്ലീൻ പോലും ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യുന്നവർ അവരിരുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ജീവിതകാലം മൊത്തം അവനെഴുതുന്നിട്ട് ട്രോളാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഗ്രീൻ ഹൗസിന് ഞാൻ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ആരും വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ പൊങ്കാലിട്ടാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പേഴ്സണൽ, എൻ്റെ ജെന്യുവിനായിട്ടുള്ള റിപ്ലൈ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എടുക്കാൻ തോന്നുന്നത് നിങ്ങൾ ആ രീതി മാത്രം എടുത്താൽ മതി. ഞാൻ എൻ്റെ ഒരു ജെന്യുവിനോട് 100% ഉറപ്പ് പറഞ്ഞതാണ്. എനിക്ക് ഇവരുടെ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ വീഡിയോസ് ക്ലീനപ്പ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. കുറേ ഫേസ്ബുക്കിൽ കുറേ പേജിൽ ഇവർക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ്സൊക്കെ ഉണ്ട്.
സത്യമാണ്, ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഉറച്ച് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഈ നടപടി എടുക്കുക, ഒന്നെങ്കിൽ അത് അന്വേഷിക്കുക. പാവം പിടിച്ച് ചേട്ടൻ്റെ അക്കൗണ്ടിൽ കയറത്ത് പൊങ്കാലിടല്ലേ. ക്ലീനിങ് പറ്റിയ പണി ക്ലീനിങ് അല്ല, ആക്രി പെറുക്കാണ്. ഇതൊക്കെ ഒരു ആക്രിയാണോ? ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ചേട്ടൻ ബീച്ചിൽ പോകും, ബീച്ചിൽ പോകുന്നിരിക്കട്ടെ, ചേട്ടൻ്റെ കാലിട്ട് ഒരു സിറിഞ്ച് കുത്തിക്കൊണ്ട് എന്താ പറയുക, ചേട്ടൻ ഈ സിറിഞ്ച് എടുക്കാൻ വന്ന ഈ ബ്രദറിനെ പറയുമോ അതോ ഇത് കൊണ്ട് വേസ്റ്റ് ഇടുന്നവരെ പറയുമോ? വേസ്റ്റ് ഇടുന്നവരെ പറയാൻ പറ്റുള്ളൂ. 80 സിറിഞ്ച് അവിടെ നിന്ന് എടുക്കുന്നെങ്കിൽ അത് അയാളുടെ ഒരു എന്താ പറയുക, അയാളുടെ അച്ചീവ്മെൻറ്റ്സാണ്. ആ 80 സിറിഞ്ച് അയാൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര പേര് ആലപ്പുഴ ബീച്ചിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ടൂറിസം വകുപ്പ് ഇഷ്ടം പോലെ, സായിപ്പ മദാമിയും ഇവരും എല്ലാവരും വരുന്നതാണ് അവിടെ മൊത്തം. പിന്നെ ഇവിടെ കുറച്ച് ഫുഡ് കോർട്ടും അങ്ങനത്തെ കുറേ പിള്ളേർ കളിക്കാൻ പിള്ളേരുണ്ട്, ഇഷ്ടംപോലെ പിള്ളേരായിട്ട് വരുന്നവരുണ്ട്. അവരുടെയൊക്കെ കാലിട്ട് കുത്തിക്കൊള്ളൂ. പിന്നെ നിങ്ങളീ പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് സ്വന്തം കാര്യം നോക്കി പഠിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നതിൽ ഒന്നും ആരോടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ചിലർ പട്ടിക്കൊക്കെ ഫുഡ് കൊടുക്കും, തെരുവ് നായക്കൊക്കെ. അവർ തിരിഞ്ഞ് വാലാട്ടെങ്കിലും പറയും, ഇപ്പം അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട, ഇയാൾക്ക് ഇതാണ് ഇഷ്ടം, ഇപ്പം ഈ ബ്രദറിന് ഇതാണ് ഇഷ്ടം, ക്ലീനിങ്ങാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് അവർ ഹാപ്പി അല്ലേ. അല്ലാണ്ട് ഒരിക്കലൊരു കുറ്റമായിട്ട് അവർ ഇന്നതായിട്ട് പറയാറില്ലല്ലോ. അവരെ കൊണ്ട് പറ്റാവുന്ന അത്രയും അവരത് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അതവരുടെ കൊണ്ട് ഏൽപ്പിക്കുന്നുമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ചില വീഡിയോസ് നമുക്കും പെട്ടെന്ന് അങ്ങോട്ട് പ്രസൻറ്റേഷൻ രീതി പെട്ടെന്ന് വലിയ ഗുമ്മിൽ എനിക്ക് ചില സമയത്ത് പിടിക്കാറില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കുറച്ച് പോസിറ്റീവുള്ള കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ വീഡിയോ. ഒരു വീഡിയോ കൂടി ഞാൻ പിൻ ചെയ്യാം കേട്ടോ. ഇന്നലെ ഇവിടെ കിടന്ന പായലൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഉണങ്ങി തുടങ്ങിയ പായലായിരുന്നേ. ഇന്ന് വന്നപ്പോഴത്തേക്ക് നല്ല പച്ച കളറുള്ള കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള പായൽ മേ ബി ഇന്നലെ രാത്രി കയറിയിട്ടുള്ളതെന്ന് തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനിടയിൽ ഇന്നലെ നമ്മൾ ക്ലീനപ്പ് ആക്കിയ സ്ഥലത്താണെങ്കിൽ പോലും പുതിയ സിറിഞ്ച് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കിടക്കുന്ന സാധനം കണ്ടത്. അതായത് പായലിന്റെ ഇടയിൽ ഒളിച്ചു കിടക്കുവാണ് ഈ ഒരു സിറിഞ്ച്. ഇന്നത്തെ നമ്മുടെ 7ാമത്തെ സിറിഞ്ചാണ് കേട്ടോ. ആക്ച്വലി മഴക്കാലത്ത് നമ്മൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ബീച്ചുകളിലൊക്കെ, അതിപ്പോൾ ഏത് ബീച്ചായാലും നടക്കാൻ പോകുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പിന്നെ ഇത് ആലപ്പുഴ ബീച്ചിൽ മാത്രം. പിന്നെ എന്തോ ആരോടൊക്കെയോ ഒന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ അന്ന് ആലപ്പുഴ ബീച്ച് മാത്രമല്ല ബാക്കിയൊക്കെ പോയി ക്ലീൻ ചെയ്തു ഓടുകയും ചോദിക്കണമെന്ന്. ഈ ചേട്ടൻ ഇവിടെ ആലപ്പുഴ ആയതുകൊണ്ട് അവിടെ പോയി ക്ലീൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ബീച്ച് മാത്രമല്ല, ബാക്കിയൊക്കെ എല്ലാ ബീച്ചിലും ഇത് തന്നെ ഇരിക്കും അവസ്ഥ. ആരും നോക്കൂല, എല്ലാവരും കടലിൽ നോക്കും, കടലിലിറങ്ങും തിരിച്ച് വീട്ടിൽ പോരും. ഞാനും തന്നെ സെയിം സാധനം അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ വേസ്റ്റ് ഉണ്ട്, പിന്നെ വെറ്റിനറിയിലെ വേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാ വേസ്റ്റും കൊണ്ട് തള്ളുന്ന കടൽ തീരത്താണ്. ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അന്വേഷിച്ച് നടപടിയൊക്കെ എടുക്കാവുന്ന ഒരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. അതിന് ഞാൻ ഗ്രീൻ ഹൗസിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവരുടെ വീഡിയോസ് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യും. നമ്മളെപ്പോഴും ഒരു അവർക്കൊരു നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് മാത്രം പിടിച്ചൊന്നും കിടക്കരുത്. അവർക്കൊരു പോസിറ്റീവ് ഉണ്ടാവും. അവർ ചെയ്യുന്ന പോസിറ്റീവിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവരെ സപ്പോർട്ട് ചെയ്ത് ഫുൾ സപ്പോർട്ട് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നല്ലതാണെങ്കിൽ നല്ലത് പറയും. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഇനി അവരെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വരാൻ നിൽക്കണ്ട. എൻ്റെ പേഴ്സണൽ എനിക്ക് ഉറപ്പെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല, 100% കറക്റ്റാണ്. വേറെ ആരും ചെയ്യുന്നില്ല, ടൂറിസവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇടുന്നവന്മാർക്കൊരു ബോധവുമില്ല. ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇടുവാണ്. പിള്ളേരുണ്ട്, ഏജ്ഡായിട്ടുള്ളവർ വരും, എല്ലാവരും പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും എല്ലാം ഉണ്ട് അവിടെ. പട്ടിയൊക്കെ നിറച്ച് നടക്കുന്നതാണ്. ഇതൊന്നും അവർക്ക് ഇടുന്നവർക്ക് കുഴപ്പമില്ല. അവരുടെ നിന്ന് കണ്ടെത്തിയെടുത്ത് ആ ചേട്ടനാണ് മൊത്തം കമൻറ്റ് പ്രശ്നം. മൊത്തം ഉടായി, മൊത്തം അവൻ അലമ്പാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഈ ഇടുന്നവരെയൊക്കെ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കും, അത് പെറുക്കുന്നവനെയൊക്കെ നിങ്ങൾ താത്തുകയും ചെയ്യും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. നിങ്ങളെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇങ്ങനെ നല്ല നല്ല റിയാക്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നെഗറ്റീവ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് നെഗറ്റീവ്സ് ചെയ്യും. ഇതെനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോക്ക് ഇന്ന് നമ്മളൊന്ന് റിയാക്റ്റീവ് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ച് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളൊന്ന് വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കേ.